ഒക്കെ കാരണം, അല്ലെങ്കിൽ മക്കൾ വഴിതെറ്റിപ്പോകുന്നു, കുടുംബങ്ങൾ തകരുന്നു, ദാമ്പത്യ ബന്ധങ്ങൾ തകരുന്നു, തടസ്സങ്ങൾ അമിതമായിട്ട് വരുന്നു. ഇത്തരത്തിലുള്ള ചില അവസ്ഥകളുടെ ഒന്നാമത്തെ കാരണം, അതുപോലെ മാതാപിതാക്കളും മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാകുന്നുണ്ട്, സഹോദരങ്ങൾ തമ്മിൽ ബന്ധത്തിൽ വിള്ളലുണ്ടാകുന്നുണ്ട്, സുഹൃത്തുക്കൾ ഒരു ദിവസം ശത്രുക്കളായി മാറുന്നു, അയൽക്കാർ തമ്മിൽ പ്രശ്നമുണ്ടാകുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ ബുദ്ധി ഉപയോഗിച്ചൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒന്നും ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതല്ലേ, കോംപ്രമൈസ് ചെയ്യാവുന്നതല്ലേ നമ്മൾ വിചാരിക്കും. പക്ഷേ പറ്റുന്നില്ല. കാരണം കൃപയില്ലാത്ത അവസ്ഥയാണ്. കൃപയില്ലാതിരിക്കുമ്പോൾ പലപ്പോഴും തിന്മയുടെ സ്വാധീനങ്ങൾ നമ്മെ വളരെയധികം ആക്രമിക്കുന്നു. അതുപോലെ നമ്മൾ പാപത്തിലും ജഡത്തിലും വീണു പോകുന്നു. അസൂയ, കൊലപാതകം ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നു എന്നാണ് ഈശോ പറയുന്നത്. ഒരുവൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് അവൻ അശുദ്ധനാകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ദൈവകൃപയാണ്. പരിശുദ്ധ അമ്മയിൽ ഉണ്ടായിരുന്ന ദൈവകൃപയാണ്. അത് നമ്മുടെ ഉള്ളിൽ ഇല്ലാതാവുമ്പോൾ